ഹലോ ഫ്രണ്ട്സ്, ചിന്നു ഗ്രൂപ്പിൻ്റെ ഫോട്ടോ എഡിറ്റിംഗ് കോഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ വൈറ്റ് ബാലൻസ്, ലൈറ്റ് സെറ്റിങ്സ് നമുക്ക് മനസ്സിലായി. ഹൈലൈറ്റ്, ഷാഡോസ്, മിഡ് ടോണ്, ഇതെന്താണെന്ന് മനസ്സിലായി. ഇനി അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് പഠിക്കുന്നത്. അതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തുറന്നിട്ടുള്ളത് ക്യാമറ റോയിലാണ്. ഞാൻ ക്ലാസ് തുടങ്ങുന്ന അന്ന് പറഞ്ഞിരുന്നു ക്യാമറ റോ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. ക്യാമറ റോ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുക. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഹൈലൈറ്റ് കാണാനുണ്ട്, ഷാഡോസ് കാണാനുണ്ട്. ഷാഡോസും ഹൈലൈറ്റും കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം മിഡ് ടോണാണ്. മിഡ് ടോണിൽ ബാക്കിയെല്ലാം വരും, വൈറ്റ്, ബ്ലാക്ക് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഷാഡോസും ഹൈലൈറ്റും ഇതിനകത്ത് ഹൈലൈറ്റ് കുറേ കൂടി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഹൈലൈറ്റ് എന്നുള്ള ഐക്കൺ നമ്മൾ കൂട്ടും കുറക്കും ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കുക. കണ്ടില്ലേ, ഹൈലൈറ്റിൻ്റെ ഭാഗം ഇപ്പോൾ ഹൈലൈറ്റ് കുറേ കുറഞ്ഞു, ഹൈലൈറ്റ് കൂടുന്നു. അപ്പോൾ ഹൈലൈറ്റ് കൂടുന്നതും കുറയുന്നതും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ ഷാഡോസ് കണ്ടില്ലേ, ഷാഡോസ് എവിടേക്കാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം നോക്കിയാൽ ആ ഷാഡോസിലുള്ള ഭാഗമാണ് ഡാർക്കായി വരേണ്ടത്. അപ്പോൾ ഷാഡോസ് കുറച്ചുകൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് കിട്ടി, ആ ഫോട്ടോക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടി. ഇപ്പോഴും ഫോട്ടോ കറക്റ്റല്ല അല്ലേ, ലൈറ്റ് സെറ്റ് ചെയ്യാൻ ബാക്കി കറക്റ്റല്ല. ഇനിയുള്ള ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് വൈറ്റും ബ്ലാക്കുമാണ്. വൈറ്റ് കൂടിയ ഭാഗത്തെ കൂട്ടാനും കുറക്കാനുമാണ് വൈറ്റ് ഉപയോഗിക്കുന്നത്. വൈറ്റിനെ കൂട്ടാനും വൈറ്റിനെ കുറക്കാനും. ഇപ്പോൾ ഇവിടെ വൈറ്റിനെ കുറച്ചിട്ട് കാര്യമില്ല. ആകാശത്തിൻ്റെ ഭാഗമൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വൈറ്റ് ഒരു മിഡിൽ ലെവലിലിടണം, ഈ ഒരു ഇത്രയും വൈറ്റ് ഇടണം. അതേപോലെ ബ്ലാക്കിൻ്റെ ഭാഗത്തെ കൂട്ടാനും കുറക്കാനുമാണ് ഈ സാധനം ബ്ലാക്ക്. അപ്പോൾ ഇത് കൂട്ടണോ കുറക്കണോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് എവിടെയാണോ ആപ്റ്റായി നിൽക്കുന്നത് ഏകദേശം ഒരു ലെവലിൽ ബ്ലാക്ക് ഒരു 19 ഇടുമ്പോഴാണ് ഏകദേശം കറക്റ്റാണത്. ഇനിയുള്ള ഭാഗം എക്സ്പോഷറും കോൺട്രാസ്റ്റും ഉണ്ട്. അത് ചെയ്യുന്നതിൻ്റെ ഒപ്പം ലൈറ്റിൽ ചെറിയൊരു അഡ്ജസ്റ്റ്, ടോട്ടലൊരു അഡ്ജസ്റ്റ് ചെയ്യുക. കോൺട്രാസ്റ്റ്, എക്സ്പോഷർ നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പോഷറിൻ്റെ ഏത് ഭാഗമാണോ, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം ഇവിടെയാണോ, അതല്ല ഈ എൻഡ് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ മാത്രം ചെയ്യാം. അതല്ല സെൻറ്റർ ആണെങ്കിൽ ഇവിടെ പിടിക്കാം. കണ്ടില്ലേ, അപ്പോൾ കറക്റ്റ് ഏത് പൊസിഷനിലാണോ വേണ്ടത് അവിടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കോൺട്രാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കോൺട്രാസ്റ്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലൊരു ഫോട്ടോ കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിലൊരു ഫോട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും. നേരെ ഓപ്പൺ കൊടുത്താൽ ഫോട്ടോഷോപ്പിൽ ഇതേ സെറ്റിങ്സിൽ ഓപ്പൺ ആവും. ഓക്കെ, ഒരു ഫോട്ടോ കൂടെ നോക്കാം. ഇതന്നെ ആയിക്കോട്ടെ, കുറച്ച് ഡാർക്കായി കിടക്കുന്ന ഫോട്ടോ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വർക്ക് ചെയ്ത് വെച്ചൊരു ഫോട്ടോ ആണിത്. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് കുറച്ച് ഓവറായി കിടക്കുന്നുണ്ട്. ഹൈലൈറ്റിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഹൈലൈറ്റ് കറക്റ്റ് ചെയ്ത്, ഷാഡോസും അതേപോലെ ഇവിടെ കുറേ കൂടുതലായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ശരിയാക്കാം. ഓക്കെ, ഏകദേശം ഷാഡോസ് ഇപ്പോൾ വീണ്ടും ഹൈലൈറ്റ് ഒന്ന് കൂടിയില്ലേ, ഷാഡോസ് വന്നപ്പോൾ ഷാഡോസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, എക്സ്പോഷറിൽ ഏത് ഭാഗമാണോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഭാഗം കറക്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരുവിധം ഫോട്ടോ കറക്റ്റ് ആയില്ലേ. ഇനി എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ബ്ലാക്കിലോ വൈറ്റിലോ അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്നേ ഉണ്ടാവുള്ളൂ. ആ വണ്ടീൻ്റെ ഗ്ലോ ഒക്കെ ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കാം. ആ തിളക്കം നന്നായിട്ട് കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്താൽ, അല്ല കോൺട്രാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്താൽ സംഭവം ക്ലീൻ. ഇതിലിനി കളറിങ് ചെയ്യാനുണ്ട്. ഈ ഫോട്ടോ എന്നല്ല, എല്ലാ ഫോട്ടോയിലും നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ എന്താണ്, ലൈറ്റ് കൂട്ടലും കുറക്കലും, അതായത് ഹൈലൈറ്റ്, ഷാഡോസ്, മിഡ് ടോണ്, ഇത്രയും 3 കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വന്നു അത് സെറ്റാക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. ഒരു ഫോട്ടോ കൂടെ നോക്കാം. ഈ ക്ലാസ് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കളർ കറക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇത് ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ കണ്ടാൽ ഏകദേശം ഓക്കെയാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിൽ ഗ്രീനിഷ് കുറച്ച് ഓവറായി കിടക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ
ഹൈലൈറ്റും. ഹൈലൈറ്റ് കുറക്കുമ്പോൾ ഫോർഗ്രൗണ്ട് കുറച്ചുകൂടി ഒരു ഭംഗി വരുന്നുണ്ട്. അതേപോലെ ഷാഡോസ് കണ്ടല്ലേ. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ലൈറ്റ് കൂട്ടി കൊടുക്കാം മൊത്തത്തിൽ. ഓക്കെ, കോൺട്രാസ്റ്റ്. ഓക്കെ ഓക്കെ അല്ലേ. ഒരു ഫോട്ടോ കൂടെ ലാസ്റ്റ്. ഓക്കെ, ഈ ഫോട്ടോയിൽ എന്താണ് കുഴപ്പം എന്ന് മനസ്സിലാവില്ല. എന്തായാലും നോക്കാം. ഓൾറെഡി എക്സ്പോഷറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് ഇത് ഫോട്ടോ, അതുകൊണ്ടാണ്. ഇത് അഡോബ് ക്യാമറ റോയിലുള്ള പ്രത്യേകതയാണത്. നമ്മളൊരു ഫോട്ടോക്ക് വർക്ക് ചെയ്ത് വെച്ചാൽ നമുക്കതിവിടെ സേവ് ചെയ്ത് കിടക്കും. അത് പിന്നീട് തുറക്കുമ്പോൾ അത് അതേപോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ ജെപെഗ് കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഇതിൽ നിന്ന് ഔട്ടാവുള്ളൂ, പോവുള്ളൂ. അത് ഇതിൽ നിന്ന് പോവല്ല, അപ്പോഴേ നമുക്ക് ഒറിജിനൽ ഫയൽ അങ്ങനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. സേവ് ചെയ്യണ ഫയലിൽ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിനൽ സ്റ്റൈലാവും ഉണ്ടാവുക. വർക്ക് ചെയ്ത കണ്ടൻറ്റ് കാണണമെങ്കിൽ അഡോബ് ക്യാമറ റോയിൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ക്യാമറ റോയിൽ ഓപ്പൺ ചെയ്താലേ അതിൻ്റെ സെറ്റിങ്സ് മനസ്സിലാവുള്ളൂ. ഡയറക്റ്റ് നമ്മൾ ആ ഫോട്ടോ കാണുമ്പോൾ, ഇപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഫോട്ടോ ഇവിടുന്ന് സെലക്ട് ചെയ്തപ്പോൾ, ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ ലൈറ്റിങ്ങും സെറ്റിങ്സും ഒന്നും മാറിയ പോലെയല്ല. ഇത് ചേഞ്ച് ചെയ്യാണ്ട് വർക്ക് ചെയ്യാണ്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് ഓപ്പൺ ചെയ്തത്. അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് അത് വർക്ക് ചെയ്ത് നേരത്തെ നമ്മൾ എക്സ്പോഷറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ഫോട്ടോ ആണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ വർക്ക് ചെയ്ത് വെച്ച ഫോട്ടോ വെച്ചിട്ട് നമുക്ക് അതേ സെറ്റിങ്സിലുള്ള ഫോട്ടോസ് ഒന്നിച്ച് ഒരു ബൾക്ക് ഫോട്ടോസ് 100, 200, 300 ഫോട്ടോസ് അറ്റ് എ ടൈം വർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ ഷാഡോസ് ഒന്ന് കൂട്ടി കൊടുത്തു. ഇനി വൈറ്റും ബ്ലാക്കും കൂടി. വൈറ്റ് കുറക്കുമ്പോഴാണ് ഭംഗിയില്ലേ. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഇതും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിപ്പോൾ നമ്മളിപ്പോൾ 4 ഫോട്ടോയിൽ ചെയ്തു. നമുക്ക് ഈ 4 ഫോട്ടോയിൽ തന്നെ കളർ കറക്ഷനും ചെയ്യാം. എന്നാൽ പിന്നെ എന്തായാലും കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ ഇതാവും ബെറ്റർ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കളർ കറക്ഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു.